ഒരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവേ, പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായുള്ളവേ, അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ സമയത്ത് ഒരുമിച്ച് ചേരുവാൻ നീ നൽകിയ ഭാഗ്യത്തിനായി നന്ദി പറയുന്നു. ഞങ്ങൾക്ക് ചെയ്തു തന്ന ഉപകാരങ്ങൾക്കെല്ലാം ഞങ്ങൾ അങ്ങയോട് നന്ദി പറയുന്നു. ഈ സമയത്ത് കർത്താവേ, ഞങ്ങളുടെ പാപങ്ങളെല്ലാം മോചിച്ചു തരണമേ. ഞങ്ങൾക്ക് വന്നുപോയ തെറ്റുകുറ്റങ്ങൾ കാണിച്ചു തരണമേ. ഒരു പുതിയ സൃഷ്ടിയാകുവാൻ നീ ഞങ്ങളെ ഒരുക്കണമേ. ഈ വചനം ഞങ്ങളുടെ ഉള്ളങ്ങളിൽ കയറുവാൻ തക്ക രീതിയിൽ നീ ഞങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ ഇറങ്ങി പ്രവർത്തിക്കണമേ. ഞങ്ങളുടെ ഹൃദയം തുറക്കണമേ. കർത്താവിന്റെ മക്കളായി രൂപാന്തരപ്പെടണമേ. ഇപ്പോൾ ഈ ശുശ്രൂഷയിരിക്കുന്നവരെ യേശുവിന്റെ രക്തത്തിൽ ബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. സകല പൈശാചികമായ ബാധകളും രോഗങ്ങളും ദുരിതങ്ങളും ബന്ധനങ്ങളും എല്ലാം മാറി യേശുവിന്റെ പരിശുദ്ധമായ സഭയുടെ ഭാഗമായി വിശുദ്ധീകരിക്കപ്പെടുവാൻ ഇവരെ അനുഗ്രഹിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ ആമേൻ. വിശ്വാസക്കപ്പലിൽ യേശുവെ നോക്കി വിശ്വാസധീരയാനം ചെയ്യുവാൻ, വിശ്വാസക്കപ്പലിൽ യേശുവെ നോക്കി വിശ്വാസധീരയാനം ചെയ്യുവാൻ, വിശുദ്ധരായി ശാന്ത തുറമുഖത്തണയ്ക്കുവാൻ നിന്നമരക്കാരൻ യേശുവില്ലേ. വിശുദ്ധരായി ശാന്ത തുറമുഖത്തണയ്ക്കുവാൻ നിന്നമരക്കാരൻ യേശുവില്ലേ. ഭയമില്ല, ക്ലേശമില്ല, കണ്ണുനീരില്ല, യാത്ര ചെയ്യും ഞാൻ ക്രൂശിൻ പാതേ. ഭയമില്ല, ക്ലേശമില്ല, കണ്ണുനീരില്ല, യാത്ര ചെയ്യും ഞാൻ ക്രൂശിൻ പാതേ. ചേരുമേ ഇമ്പവിടതിൽ, ചേരുമേ ഇമ്പവിടതിൽ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 32-ാം അധ്യായം 2-ാം വാക്യം. ഓരോരുത്തൻ കാറ്റിന് ഒരു മറവും പിശറിന് ഒരു സങ്കേതവുമായി വരണ്ട നിലത്ത് നീർത്തോടുകൾ പോലെയും ക്ഷീണമുള്ള സ്ഥലത്ത് ഒരു വമ്പാറയുടെ തണൽ പോലെയും ഇരിക്കും. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകിയിരിക്കുന്ന വചനമാണിത്. ഇത് കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, എന്താണ് ദൈവം നമ്മോട് പറയുന്ന സന്ദേശം? നിന്റെ ജീവിതത്തിലുള്ള ദുഃഖം, ദുരിതം, വേദന, സങ്കടം, ഇതിനെല്ലാം ഒരു പരിഹാരം വന്നു ചേർന്നിരിക്കുന്നു. അത് കാൽവരി കുരിശിൽ നമുക്ക് വേണ്ടി യാഗമായി തീർന്ന കർത്താവിന്റെ പീഡാസഹനത്തിലൂടെ, തന്റെ ചങ്കിലെ ചോര ഊറ്റിത്തന്നതിലൂടെ സംഭവിച്ചിരിക്കുന്നു. അതുകൊണ്ട് യേശു കർത്താവിലേക്ക് ചേരുന്ന വ്യക്തിക്ക് ഒരു ശുഭകരമായ ഭാവിയുണ്ടെന്ന് പരിശുദ്ധാത്മാവ് നമ്മോട് പറയുന്നു. നിങ്ങൾ എത്ര വലിയ പ്രയാസത്തിലാണെങ്കിലും, എത്ര വലിയ നൊമ്പരത്തിലാണെങ്കിലും, നിങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു. അത് പരിശുദ്ധാത്മാവ് നൽകുന്ന വാക്കാണ്. നിങ്ങളുടെ ജീവിതത്തിൽ എത്ര വലിയ വേദനയ്ക്ക് തുല്യമായ ഒരു വലിയ കാറ്റ് വന്നാലും നിന്റെ അടുത്തേക്ക് അത് വരില്ല. ഒരു മറവുണ്ടാകും. അത് ദൈവത്തിന്റെ സ്നേഹവും കരുതലുമാണ്. നോക്കുക, പിശറെന്ന് പറയുന്നത് കൊടുങ്കാറ്റാണ്. ആടിയുലയുന്ന ജീവിത സാഹചര്യമാണെങ്കിലും യേശു നിന്റെ പടകിലുണ്ടെങ്കിൽ നിനക്ക് അതൊരു വലിയ ആശ്വാസമാണ്. നോക്കുക, നിന്റെ ജീവിതത്തിൽ ഒരു നല്ല നിമിഷമില്ല, അഭിവൃദ്ധിയില്ല, ജോലിയിൽ ഉയർച്ചയില്ല, ഭക്ഷിക്കാൻ ആഹാരമില്ല, പണമില്ല, വളരെ നിരാശയോടെ വരണ്ടിരിക്കുന്ന അനുഭവമാണോ? നീ ക്രിസ്തുവിലാകുമ്പോൾ നിനക്കൊരു നീരുറവ അവിടെ പൊട്ടിപ്പുറപ്പെടും. നോക്കുക, നിന്റെ ജീവിതത്തിൽ ഒരാശ്വാസം അരുളുവാൻ ആരുമില്ലെങ്കിൽ തണലായി വമ്പാറയ്ക്ക് തുല്യമായ യഹോവയാം യാഹിൽ ശാശ്വതമായ പാറയുണ്ടെന്ന് പറഞ്ഞ ആ ക്രിസ്തുവിന്റെ സാന്നിധ്യം ജീവിതത്തിൽ വരുന്നു. അപ്പോൾ ദൈവസന്നിധിയിൽ ചേർന്നൊരു വിശുദ്ധ ജീവിതം നയിപ്പാൻ നമ്മെ തന്നെ നമുക്ക് ഏൽപ്പിക്കാൻ കർത്താവ് നമ്മെ അനുഗ്രഹിക്കുന്നു. പ്രാർത്ഥിക്കാം. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ കർത്താവേ, ഈ ശുശ്രൂഷയിരിക്കുന്ന ഈ ജനത്തെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ മക്കളുടെ ജീവിതത്തിൽ കർത്താവ് ഒരു തണലായി, കർത്താവ് ഒരു ശാശ്വത പാറയായി, കർത്താവ് ഒരു ആശ്വസിപ്പിക്കുന്ന അനുഭവമായി, പ്രതിസന്ധികൾ അത് വൻ കാറ്റ് പോലെ, കൊടുങ്കാറ്റ് പോലെയൊക്കെ വരുമ്പോൾ അടയുലയാതെ ഇപ്പോൾ യേശു ക്രിസ്തുവിന്റെ സാന്നിധ്യം ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ ഇവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് ഇവരെ ഓരോരുത്തരെയും നിയന്ത്രിക്കുന്നതിനായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഇത് കേട്ട് പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങളെ, ഇവരുടെ ജീവിത വഴികളെ, ജോലിയിടങ്ങളെല്ലാം കർത്താവ് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ ആമീൻ.
ദിവസേന 2 ശുശ്രൂഷകൾ നമുക്കുണ്ട്. എല്ലാ ദിവസവും പകൽ സമയത്ത് 2 മണിക്കുള്ള ഈ പ്രാർത്ഥന, 7 മിനിറ്റോളം വരുന്ന പ്രാർത്ഥന, വൈകുന്നേരം 8 മണിക്ക് ആരംഭിക്കുന്ന പ്രാർത്ഥന. ഇത് രണ്ടും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ സമയത്തെയും ദൈവം വാഴ്ത്തി അനുഗ്രഹിച്ച് നിങ്ങൾക്കൊരു അനുഭവമാക്കി തരും. ദൈവത്തിന് സ്തോത്രം. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ കൃപയും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ ആ വലിയ സംബന്ധവും നിങ്ങളോടുകൂടെ ഉണ്ടാകട്ടെ. ആമീൻ.